ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सगण ललिता शिविशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 4 13ാമത്തെ ശ്ലോകം മുതൽക്ക്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. കൃഷ്ണ. ശ്രീദേവ് മാതാജി എല്ലാവരും വായിച്ചോളൂ ഒരു പ്രാവശ്യം. हरे कृष्ण। चादुर्वर्ण्यं मया सृष्टं गुणकर्म विभागशः तस्य कर्तारमपि मां विद्धि विद्य अकर्तारमव्ययम्। हरे कृष्ण। हरे कृष्ण। ഹരേ കൃഷ്ണ. ओम नमो भगवते वासुदेवाय। चादुर्वर्ण्यं मया सृष्टं गुणकर्म विभागशः तस्य कर्तारमपि मां विद्य कर्तारमव्ययम्। हरे कृष्ण प्रभु। चादुर्वर्ण्यं मया सृष्टं गुणकर्म विभागशः तस्य कर्तारमपि मां विद्य कर्तारमव्ययम्. हरे कृष्ण. പ്രിയ മാതാജിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. ഹരേ കൃഷ്ണ. ഹരിബോൾ. According to the 3 modes of material nature and the work associated with them, the 4 divisions of human society are created by me. And although I am the creator of this system, you should know that I am yet the non-doer, being unchangeable. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതിനെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജാതി വ്യവസ്ഥയല്ലേ, ഊഞ്ച നീച്ചത്വം, സുപ്പീരിയർ ഇൻഫീരിയർ, ചില ആൾക്കാരെ സുപ്പീരിയർ ആയിട്ടും ചില ആൾക്കാരെ ഇൻഫീരിയർ ആയിട്ടും വലിയ ആൾക്കാരായിട്ടും ചില ആൾക്കാരെ താഴ്ന്ന ജാതി, അങ്ങനെയൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറയുന്ന ഓരോരുത്തർ. പക്ഷെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 4 വർണ്ണങ്ങളാണ് ഞാൻ സൃഷ്ടിച്ചതാണ്. ആര് സൃഷ്ടിച്ചു? ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്റെ സൃഷ്ടിയാണ്. അത് എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ. നമ്മുടെ ഒരു ഓഫീസിൽ എല്ലാവരും ഒരേ സ്റ്റാറ്റസിലാണോ? എല്ലാവരും ഒരേ പൊസിഷനാണോ? അല്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില ആൾക്കാർ മാനേജർ, ചില ആൾക്കാർ ഓഫീസർ, ചില ആൾക്കാർ സൂപ്പർവൈസർ, ചില ആൾക്കാർ ക്ലർക്ക്, ചില ആൾക്കാർ പ്യൂണ്, ചില ആൾക്കാർ ഡ്രൈവർ, അല്ലെ? എന്തിന്റെ അടിസ്ഥാനത്തിലാണത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗം? അവരുടെ എബിലിറ്റി, കഴിവനുസരിച്ചിട്ട്, അവരുടെ വിദ്യാഭ്യാസം,
അവരുടെ എക്സ്പീരിയൻസ് അല്ലേ? ഇതിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, എനിക്ക് ജനറൽ മാനേജറായിട്ട് ഇരിക്കണമെന്ന് പറയാൻ പറ്റും? എന്താ അർഹതയുള്ളത്? അപ്പൊ ആ ഒരു യോഗ്യത എല്ലാവർക്കും ഇല്ല. അപ്പൊ ആ യോഗ്യതയുടെ അനുസൃതമായിട്ടാണ് ഈവൻ ഭൗതിക ലോകത്തിലും ഓരോ തസ്തികകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വർണ്ണം അതുപോലെ ഓരോരുത്തരുടെ ഏത് ഗുണത്തിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത്, ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഒരു സാത്വികൻ, ഒരു രാജസികൻ, ഒരു താമസികൻ, ഇവരുടെ പ്രവൃത്തിക്കും ഇവരുടെ ചിന്തയ്ക്കും എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവരും ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ജാതി വ്യവസ്ഥ അല്ല അവിടെ പറയുന്നത്. ജാതി ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യരാണ്. അത് ഓരോ അതായത് നമ്മൾ എങ്ങനെ ജാതി വെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ മരപ്പണി ചെയ്യുന്ന ആൾക്കാർ ആശാരി അല്ലേ? പിന്നെ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാർ തട്ടാൻ, ഇരുമ്പ് പണി ചെയ്യുന്ന ആൾക്കാർ കരുവാൻ. അങ്ങനെ ഒരു ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരെ ഒരു ജാതിയായിട്ട് അല്ലേ? ആ ജാതി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വർണ്ണമാണ് പറയുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ ഇത് സൊസൈറ്റിയിലെ ഏതൊരു ക്ലാസ്സിലും ഈ വർണ്ണമുണ്ട്. നമ്മളത് സ്വീകരിച്ചാലും ശരി, സ്വീകരിച്ചില്ലെങ്കിലും ശരി, എല്ലാവരിലും വർണ്ണമുണ്ട്. നല്ലൊരു സാത്വിക എന്ന് പറഞ്ഞാൽ അവര് ഒരിക്കലും ഒരാളെ ബുദ്ധിമുട്ടിക്കില്ല, ഒരാളെ ഹരാസ് ചെയ്യില്ല, അവർക്ക് ക്രൂരത ഉണ്ടായിരിക്കില്ല, നല്ല സ്വഭാവമായിരിക്കും, നുണ പറയില്ല. അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. അവരെ ബ്രാഹ്മണ എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നു, അവർക്ക് ആ പേരില്ല അല്ലേ? ക്ഷത്രിയന്മാരെ വളരെ അഗ്രസീവായിട്ട്, അവർ കുറച്ച് വയലന്റ് ആയിരിക്കും, അവർ കൺട്രോൾ ചെയ്യാനുള്ള ഇതുണ്ടാവും, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ ക്ഷത്രിയന്മാര്. പിന്നെ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പ്രോഫിറ്റ് വേണം, അവർ കുറച്ച് ചിലപ്പോൾ നുണയൊക്കെ പറയും. 10 റുപ്യക്ക് സാധനം മേടിച്ചാൽ പറയും, ഞാൻ ഇത് 50 റുപ്യക്ക് മേടിച്ച സാധനമാണ്, നിങ്ങൾക്കാവുകൊണ്ട് ഞാൻ പരിചയത്തിൽ ഞാൻ 48 റുപ്യക്ക് തരുന്നു, ഞാൻ 2 റുപ്യ പ്രോഫിറ്റ് എടുക്കുള്ളൂ. അവർ മേടിച്ചത്ര 10 റുപ്യക്ക് അല്ലേ? അങ്ങനെ കുറച്ച് നുണങ്ങി പറയും. ബിസിനസ്സാണ്, അതിന് നുണ പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ച് ചീറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ശൂദ്രന്മാര്, ഇതിലൊന്നും അവർക്ക് അഡ്വൈസറി ക്ലാസ്സും അല്ല, റൂളിംഗ് ക്ലാസ്സും അല്ല, മെർക്കൻറ്റൈൽ ക്ലാസ്സും അല്ല. അപ്പോൾ ഇതിലൊന്നും കഴിവില്ലാത്ത ആൾക്കാരെ ഈ മറ്റ് 3 വർണ്ണങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നു ശൂദ്രന്മാർ. പക്ഷെ ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണനും ഇല്ല, ക്ഷത്രിയനും ഇല്ല, മെർക്കൻറ്റൈൽ ക്ലാസ്സും ഇല്ല, ഇന്ന് എല്ലാവരും ശൂദ്രന്മാർ. എന്താണ് കാരണം? ആ ക്വാളിഫിക്കേഷൻ ആർക്കും ഇല്ല, എല്ലാവരും ശമ്പളം പറ്റുന്ന ആൾക്കാരാണ്. ഓക്കെ. ഓ അഡ്വൈസറി ക്ലാസ് ബ്രാഹ്മണന്മാരാണ് അല്ലേ? ആ ക്ലാസ്സിലെ ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ലക്ഷങ്ങൾ എടുത്താൽ 1 2 ചിലപ്പോൾ അങ്ങനെ നല്ല ആൾക്കാരെ കിട്ടും. അവരും അഡ്വൈസറി ക്ലാസ് പറഞ്ഞാൽ ശമ്പളം മേടിച്ചിട്ടായിരിക്കില്ല അത് ഫ്രീ ആണ്, അവർ സേവനമാണ്. ഇവിടെ ആരാണ് അങ്ങനെ സേവനം ചെയ്യുന്നത്? ഇല്ല, എല്ലാവരും ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. ശമ്പളം പറ്റിയോ ശൂദ്രനായി. പൊളിറ്റീഷ്യൻസ്, ഓക്കെ, റൂളിംഗ് ക്ലാസ്, അവരെന്തിനാണ്? അവരും തൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കള്ളത്തരങ്ങൾ. അവർക്ക് അർഹതയുണ്ടായിട്ടാണോ? ക്ഷത്രിയന്മാരാണോ അവർ? അല്ല, ആ ഗുണത്തിലല്ല. അവർക്കും എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം, മറ്റുള്ളവരെ ലൂട്ട് ചെയ്തിട്ടോ കൊന്നിട്ടോ എങ്ങനെയെങ്കിലും. പിന്നെ മെർക്കൻറ്റൈൽ ക്ലാസ്, ഒരുപാട് അഡൾട്രേഷൻ. ശരിക്കുള്ള ഒരു ബിസിനസ് അല്ല അവർ ചെയ്യുന്നത്. അവരെ മറ്റുള്ളവരെ കബളിപ്പിച്ച് മായം ചേർത്ത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നുണകൾ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ശൂദ്രൻ നമുക്കറിയാൻ ചെയ്യാം. അതുകൊണ്ട് ഈ വിഭാഗങ്ങൾ, 4 തരത്തിലുള്ള ഈ വിഭാഗങ്ങൾ ആക്ച്വലി ഇപ്പൊ പ്രിവലന്റ് അല്ല. എന്നാൽ അതില്ലാണ്ട് സൊസൈറ്റി നടക്കും ഇല്ല. അത് ശരിക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ ടോട്ടലി ക്യാവോസ്, ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഭഗവാനിന് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനമാണ് ഈ വിഭാഗം. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് വിഭജിച്ചിരിക്കുന്നത്. ബ്രാഹ്മണന്മാര് സത്വഗുണത്തിലും, പിന്നെ ക്ഷത്രിയന്മാര് രജോഗുണത്തിലും,
വൈശ്യന്മാര് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും മിക്സ് മോഡലാണ്. പിന്നെ ശൂദ്രന്മാരെ തമോ ഗുണത്തിൽ. ഇങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അതിനടുത്ത് ജാതി വ്യവസ്ഥയല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഏത് സൊസൈറ്റിയിലും ഈ വ്യവസ്ഥ ഉണ്ട്. ആരും ഒരേപോലെ ഒരേ ജോലി, എല്ലാവരും അക്കൗണ്ടൻസ് അല്ല, എല്ലാവരും ഡോക്ടേഴ്സ് അല്ല, എല്ലാവരും എഞ്ചിനീയേഴ്സ് അല്ല. ചില ആൾക്കാർ അക്കൗണ്ടന്റ് ആണ്, ചില ആൾക്കാർ എഞ്ചിനീയർ, ചില ആൾക്കാർ പൈലറ്റ് ആണ്, ചില ആൾക്കാർ ബിസിനസ്മാൻ ആണ്, ചില ആൾക്കാർ സന്യാസിമാരാണ്, ബ്രഹ്മചാരിയാണ്, ചില ആൾക്കാർ ഫാമേഴ്സ്. ഇതെല്ലാം ഇവരുടെ ഗുണങ്ങളനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് സൊസൈറ്റിയിൽ ഇവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകത്തിന് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തും, അതായത് ഒരുപാട് ആൾക്കാർ ഇതിനെ തെറ്റി മിസ്റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ വർണ്ണങ്ങള്, അതായത് ജാതി വ്യവസ്ഥ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാണ്. കാണിച്ചോ, ജാതി, ഇത് ചെറിയ ജാതി, അത് വലിയ ജാതി. ജാതി അല്ലാതെ വർണ്ണമാണ്. ഏത് സൊസൈറ്റിയിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ശരി, അക്സെപ്റ്റ് ചെയ്താലും ശരി, എല്ലാ സൊസൈറ്റിയിലും ഏത് വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തിയാലും ശരി, അത് ഹിന്ദു ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല. അതാണ് ഇത് ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ഞാൻ അതിൽ ഉൾപ്പെടുന്നില്ല. ഞാൻ ഈ 3 ഗുണത്തിന്റെയും അതീതനാണ്. ഞാനാണത് സൃഷ്ടിച്ചെങ്കിലും കൂടിയിട്ട് ഞാൻ ഇവിടെ പറയുന്നത് വിദ്യ അകർത്താരം അവ്യയം. വിദ്യ എന്ന് പറഞ്ഞാൽ അറിയുക, അകർത്താരം. ഞാൻ അത് നോൺ ഡുവർ ആണ്. ഐ എം നോട്ട് എഫക്റ്റഡ് ബൈ ദാറ്റ്. ഭഗവാൻ ഈ ചളിവെള്ളത്തിലുള്ള താമരപ്പൂവിനെ പോണ്. ഓക്കെ, താമരപ്പൂവ് അതിൽ യാതൊരു ബന്ധമില്ല ചളിവെള്ളമായിട്ട്. അതിൻ്റെതായിട്ടുള്ള പ്യൂരിറ്റി അതിനുണ്ട്. അതായത് ഭഗവാൻ ഇത് ഉണ്ടാക്കിയാലും ഭഗവാൻ അതിന് യാതൊരു എഫക്റ്റും വരുന്നില്ല. അവ്യയമാണ്, അൺചേഞ്ചബിൾ ആണ്. ഭഗവാൻ അൺചേഞ്ചബിൾ, ഇൻഎക്സോസ്റ്റിബിൾ ആണ്. സോ അതാണ് പറഞ്ഞത്, അക്കോർഡിംഗ് ടു ദ 3 modes of material nature and the work associated with them, the 4 divisions of human society are created by me. അപ്പൊ ഈ പേരിലായിരിക്കില്ല മറ്റുള്ള സമ്പ്രദായത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതാണ് അതിന്റെ ഡിവിഷൻസ്. ഇങ്ങനെയാണ്: അഡ്വൈസറി ക്ലാസ്, റൂളിംഗ് ക്ലാസ്, മെർക്കന്റൈൽ ക്ലാസ് ആൻഡ് ലേബർ ക്ലാസ്. ഇസ് ദർ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും ശരി, ഇല്ലെങ്കിൽ ശരി, ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. എല്ലാവരും ഒരേ കാറ്റഗറി വരിക. ഫോർ എക്സാമ്പിൾ അഡ്വൈസറി ക്ലാസ് ആണ്. ഈ സൊസൈറ്റി നടക്കുമോ? എങ്ങനെ ഫങ്ഷൻ ചെയ്യും? ആര് റൂൾ ചെയ്യും? ആര് ബിസിനസ് ചെയ്യും? ആര് കൃഷി ചെയ്യും? നമുക്ക് എവിടുന്ന് ധ്യാനങ്ങൾ കിട്ടും? കൃഷിക്കാരൻ വേണ്ടേ അല്ലേ? മെർക്കന്റൈൽ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇതാണ് അവരുടേത്. അപ്പൊ അവരില്ല, അങ്ങനത്തെ ഒരു ക്ലാസ് ഇല്ലെങ്കിൽ എല്ലാവരും മാനേജർ ആണെങ്കിൽ ഒരു കമ്പനി നടക്കും അല്ലേ? ശ്രീയ മാതാജി സ്കൂളിലല്ലേ ജോലി ചെയ്യുന്നത് അല്ലേ? എല്ലാവരും പ്രിൻസിപ്പൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് ടീച്ചർ ആവണമെങ്കിൽ കാര്യം നടക്കുമോ? നടക്കില്ല. അപ്പൊ അതില് ഡിഫറെന്റ് കാറ്റഗറീസ് വേണം. അപ്പൊ അതാണ് പറയുന്നത്. പക്ഷെ അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് അവര് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഈ ശ്ലോകത്തിന്റെ ബേസിസിൽ പറയാം. So the Lord is the creator of everything. Everything is born of him. ഭഗവാൻ എന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും സോഴ്സ് അല്ലെ? അഹം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്തിയത. എല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഭഗവാൻ അർജുനോട് പറയുന്നു. നമ്മളുടെ ചതുർശ്ലോകിയിലത്തെ ആദ്യത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭു. ലോർഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് എവറിത്തിങ്. എല്ലാറ്റിനെയും സൃഷ്ടാവ് ഭഗവാനാണ്. എല്ലാം ഭഗവാൻ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആൻഡ് എവറിത്തിങ് ഈസ് സസ്റ്റെയിൻഡ് ബൈ ഹിം. അദ്ദേഹത്തിന്റെ ആ ശക്തി കൊണ്ടാണ് ഇതെല്ലാം സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. നമ്മളുടെ ശക്തിയല്ല. നമ്മൾ വലിയ വീരവാദം മുഴക്കും, ഇത് ഞാൻ കാരണമാണ്, ഉണ്ടോ ഈ വീടുണ്ടാക്കിയത് ഞാൻ കാരണമാണ്, അത് ചെയ്ത് ഞാനാണ്, ഇത് ചെയ്ത് ഞാനാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അല്ലെ? നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അതിന്റെ പിന്നിലുള്ള സാങ്ഷനർ ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ അത് സാങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും ശരി, ഒരു കാര്യം നടക്കില്ല. അപ്പൊ നമ്മളുടെ എഫേർട്ട് ഉണ്ടായിരിക്കണം, പക്ഷെ ഭഗവാന്റെ സാങ്ഷനും കൂടി വേണം. ആ ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരു കാര്യം നടക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഞാനാണ് ഇത് ചെയ്തത്, എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല.
ഭഗവാനാണ് അൾട്ടിമേറ്റ്ലി ഇത് സാങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഈസ് ദ അൾട്ടിമേറ്റ് ഡൂവർ. അപ്പൊ നമ്മളൊരു ഇമ്മീഡിയറ്റ് ഡൂവർ ആയിരിക്കാം, പക്ഷെ അതിനുശേഷം ഒരു ഇന്റർമീഡിയറി ഡൂവറും കൂടി ഉണ്ട്. അതാണ് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, ഈ 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ. അത് കഴിഞ്ഞ് ഫൈനലി അൾട്ടിമേറ്റ് ഡൂവർ ഈസ് ലോർഡ് കൃഷ്ണ. അപ്പോൾ നമുക്ക് നമ്മളത് എഫേർട്ട് എടുത്തു, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അതാണ് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ സിറ്റുവേഷൻ. അതും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ പിന്നെ ഫൈനലി ഭഗവാൻ അത് സാങ്ഷൻ ചെയ്താലേ ആ കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ, അതിന് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ ഹീസ് എ ക്രിയേറ്റർ, ഹീസ് എ മെയിൻറ്റെയിനർ, ആൻഡ് ഫൈനലി ഹി ഡിസ്ട്രോയ്സ്, ഈസ് ദ പേഴ്സൺ ഹു ഡിസ്ട്രോയ്സ് എവറിഥിങ്. സോ ആൻഡ് എവറിഥിങ് ആഫ്റ്റർ അനിഹിലേഷൻ റെസ്റ്റ് ഇൻ ഹിം. എല്ലാം തിരിച്ചു പോകുന്നത് ഭഗവാനിലേക്കാണ്. ഭഗവാനിൽ നിന്ന് വരുന്നു, പറയുന്നില്ലേ, മണ്ണിൽ നിന്ന് വരുന്നു മണ്ണിലേക്ക് പോകുന്നു. അതേപോലെ ഭഗവാനിൽ നിന്ന് വരുന്നു, ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നു. He is therefore the creator of the 4 divisions of the social order, beginning with the intelligent class of men, technically called Brahmanas, due to their being situated in the mode of goodness. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാനാണ് ഈ 4 വർണ്ണത്തിൻ്റെയും സൃഷ്ടാവ്. അതിലെ ഏറ്റവും മുകളിലത്തെ ക്ലാസ് ആണ് ഇന്റലിജന്റ് ക്ലാസ്. അവരെ ബ്രാഹ്മണൻ എന്നുള്ള കാറ്റഗറിയിലുള്ളത് ബ്രാഹ്മണന്മാർ. അവരുടെ കാര്യം മറ്റുള്ള സൊസൈറ്റിയിൽ മറ്റുള്ള ആൾക്കാരെ ശരിക്കും ഗൈഡ് ചെയ്യുക, പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക, അതാണ് അവരുടെ ഇത്. ഓക്കെ, ഒന്നും ഫലം ഇച്ഛിച്ചിട്ടായിരിക്കരുത്, ശമ്പളം ആഗ്രഹിച്ചിട്ടായിരിക്കരുത്. ദിസ് ഈസ് എ സേവ, സർവീസ് ടു ദ സൊസൈറ്റി. ഇന്റലിജന്റ് ക്ലാസ് ആണ്. ഇപ്പോൾ നമ്മളുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് അല്ലേ, എന്തുകൊണ്ടാണ് ടീച്ചറായത്? സ്റ്റുഡൻസിന് ആ അറിവ് പകരാനുള്ള കഴിവുള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ അഡ്വൈസറി ക്ലാസ് അല്ലെങ്കിൽ ടീച്ചിങ് ക്ലാസ് അവരെ മറ്റുള്ള അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു ആണ് അഡ്വൈസറി ക്ലാസ് ഓർ ടീച്ചിങ് ക്ലാസ്. ദാറ്റ് ഈസ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. അതാണ് സത്വഗുണത്തിൽ. അവരെ ബ്രാഹ്മണൻ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്. അവരാണ് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ, രാജാക്കന്മാർ. മുമ്പത്തെ കാലത്തിൽ രാജാക്കന്മാർ, ഇന്നത്തെ കാലത്തിൽ മിനിസ്റ്റേഴ്സ് പറയും, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, അങ്ങനെ ഒരുപാട് മിനിസ്റ്റർ. ടെക്നിക്കലി കോൾഡ് ദ ക്ഷത്രിയാസ് ഡ്യൂ ടു ദെയർ ബീങ് സിറ്റുവേറ്റ് ഇൻ ദ മോഡ് ഓഫ് പാഷൻ. ഭരണം, റൂളിംഗ്, ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗുണമാണ് രജോ ഗുണം. രജോ ഗുണത്തിലാണ് നമുക്ക് കുറച്ച് അഗ്രസീവ് ആകാൻ പറ്റൂ, കമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദേഷ്യം, ഇതൊക്കെ രജോ ഗുണത്തിൻ്റെ സിംറ്റംസ് ആണ്. ഭരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് എയർഫോഴ്സ്, ആർമി, നേവി, പോലീസൊക്കെ, ഇവരൊക്കെ കുറച്ച് അഗ്രസീവ് ആയിരിക്കണം. അവര് തൊട്ടാവാടിയായ കാര്യം നടക്കില്ല, അടിക്കേണ്ടടുത്ത് അടിക്കണം അല്ലേ. പണിഷ് ചെയ്യുന്ന സ്ഥലത്ത് പണിഷ് ചെയ്യുന്നേ വേണം. അല്ലാണ്ട് വളരെ ഹമ്പിൾ ആൻഡ് മീക്ക് ആയാൽ കാര്യം നടക്കില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കുറ്റവാളി അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കുന്നേ വേണം. അയ്യോ എനിക്ക് അടിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നർത്ഥം. അവിടെ ദയാദാക്ഷിണ്യം ഉണ്ടായിരിക്കില്ല. അത് പക്ഷേ അത് ആവശ്യത്തിനായിരിക്കണം. ഇന്നത്തെ കാലത്ത് ആവശ്യത്തിന് ചെയ്യൂല, അനാവശ്യത്തിന് ചെയ്യും. അത് കലിയുഗത്തിന്റെ പ്രഭാവം. അപ്പോൾ ക്ഷത്രിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്, റൂളിംഗ് ക്ലാസ്. അവരെ രജോഗുണത്തിലായിരിക്കും. രജോഗുണത്തിലാണ് ക്രിയേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് രജോ ഗുണത്തിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. സത്വഗുണത്തിൽ ക്രിയേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് വിഷ്ണു ആ പോർട്ട്ഫോളിയോ എടുത്തത്. എന്നുവെച്ചാൽ വിഷ്ണു മെയിൻ്റനൻസ് ആണ് ചെയ്യുന്നത്. മെയിൻ്റനൻസ് സത്വഗുണത്തിന്റെ പോർട്ട്ഫോളിയോ ആണ്. പിന്നെ ഡിസ്ട്രക്ഷൻ തമോ ഗുണത്തിലേ നടക്കുള്ളൂ. ആ തമോ ഗുണത്തിന്റെ മാസ്റ്ററാണ് ലോർഡ് ശിവ. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ഇവര് ഈ 3 ട്രിനിറ്റീസ്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു രജോ ഗുണത്തില്. വിഷ്ണു അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു സത്വഗുണത്തില്. ആൻഡ് ലോർഡ് ശിവ അതിനെ അനിഹിലേറ്റ് ചെയ്യുന്നു രജോ ഗുണത്തില്. പിന്നെ മൂന്നാമത്തത് ദ മെർക്കൻഡൽ മാൻ കോൾഡ് ദ വൈശ്യാസ്. അവരെ വൈശ്യ എന്നുള്ള പേരുകൊണ്ട് അറിയപ്പെടുന്നു. അവരാണ് ബിസിനസ് ക്ലാസ്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്?
വൈശ്യന്മാരെന്താ ചെയ്യുന്നത്? ബിസിനസ് ബിസിനസ്. ഓക്കെ, ബിസിനസ്. അതായത് കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇതാണ് മൂന്ന് മെയിനായിട്ട്. കൃഷി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ. ഓക്കെ, ഗോരക്ഷ പ്രത്യേകം പറയണ്ട, ഗോരക്ഷ പശുക്കളെ പ്രൊട്ടക്ട് ചെയ്യണം. കാണിച്ചാൽ പശുക്കളാണ് നമുക്ക് ഇതെല്ലാം തരുന്നത്. പശുവിൻ്റെ ഏത് പ്രൊഡക്റ്റും നമുക്ക് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ്. ഓക്കെ, പശു നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കന്ന് പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ കാളകളൊക്കെ അല്ലേ. പിന്നെ പശു നമുക്ക് പാല് തരുന്നു. ആ പാലിൽ നിന്ന് തൈര്, വെണ്ണ, നെയ്യ് എല്ലാം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് പശുവിനെ അമ്മയായിട്ട് കാണുന്നത്. 7 മദേഴ്സിലെ പശു ഒരു അമ്മയാണ്. പശുവാണ് അമ്മ. അമ്മയുടെ പാല് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അമ്മയുടെ പാല് കഴിഞ്ഞാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കിട്ടുന്ന പശുവിൻ്റെ പാലാണ് നമ്മൾ കുടിക്കുന്നത്, കുട്ടികൾ എല്ലാവരും. ഓക്കെ, എസ്പെഷ്യലി കുട്ടികൾക്ക്. പശുവിനെ അമ്മയുടെ സ്ഥാനത്താണ്. അപ്പൊ അവരെ സംരക്ഷിക്കണം. അപ്പൊ പശു തരുന്നത് എല്ലാം, ഈവൻ പശുവിൻ്റെ ചാണകം, പശുവിൻ്റെ യൂറിൻ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു പശുവിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് തന്നെ ആ പശുവിന് പാല് തരുന്നവരെ നമ്മൾ സൂക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ സ്ലോട്ടർ ഹൗസിലേക്ക് പറഞ്ഞേക്കും. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ക്രൂര കൃത്യമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കറിയിലെ കരുവേപ്പിനിലെ പോലെ പുറത്തേക്ക് കളയും. അത് അപ്പോൾ ഗോരക്ഷ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വാണിജ്യം, ഗോരക്ഷ, കൃഷി. വാണിജ്യം പിന്നെ ട്രേഡ്, ബിസിനസ്, വാങ്ങാൻ കൊടുക്കുക. നമ്മുടെ എന്താണ് കൂടുതൽ മറ്റുള്ളവർക്ക് അവരെ കൂടുതൽ നമ്മൾ വാങ്ങുക. അങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം പോലെ കൊടുത്ത് ജീവിക്കുക. ഇന്നത് പണത്തിന് കൊടുക്കുന്നു മാത്രം. ഇന്ന് അതിൽ ഒരുപാട് കൃത്രിമങ്ങൾ നമ്മൾ ചെയ്യുന്നു, അഡൾട്രേഷൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നു. കാരണം നമ്മൾ എന്താ കഴിക്കുന്നത് ഒന്നും ഓർഗാനിക് അല്ല, എല്ലാം കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നാവിൻ്റെ രുചി മാത്രമേ നോക്കുന്നുള്ളൂ. പോക്കറ്റ് നിറയുന്നുണ്ടോ, നാവിന് രുചിയുണ്ടോ, ഈ 2 കാര്യത്തിനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് അല്ലേ. നാവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാവില്ല. പിന്നെ എങ്ങനെയെങ്കിലും പൈസ കാരണമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അരി, നെയ്യിൽ എന്തെല്ലാം ചേർക്കുന്നു, എല്ലാം അഡൾട്രേഷനാണ്. എല്ലാം എന്ത് നോക്കിയാലും ഇനി ഒരു സാധനം അഡൾട്രേഷൻ ഇല്ലാത്തതില്ല. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടുകൂടി മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തം വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വാസത്തോടുകൂടി കഴിക്കാൻ പറ്റും. ഈവൻ പച്ചക്കറി അല്ലേ, നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റില്ല. അതിലും ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, അതിലും കെമിക്കൽസ്. ഈവൻ നാളികേരത്തിലും കൂടിയിട്ട് ഒരു ടാബ്ലറ്റ് അതിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വെള്ളം ഉണ്ടാവണം, കൂടുതൽ കാമ്പ് ഉണ്ടാവണം, കൂടുതൽ നാളികേരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കും. അപ്പം എല്ലാം പണത്തിൻ്റെ പിന്നാലെയാണ്. വൈശ്യന്മാരും കംപ്ലീറ്റ്ലി സ്പോയിലായി. അവരും എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. ഏത് ക്ലാസ് എടുത്താലും ശരി. അത് കഴിഞ്ഞാൽ ശൂദ്രൻ, എന്താണ് പറയുന്നത്, അവർ ഈ വൈശ്യന്മാരെ സിറ്റുവേറ്റഡ് ഇൻ ദ മിക്സ് മോഡ്സ് ഓഫ് പാഷൻ ഇഗ്നോറൻസ്. മിക്സ് മോഡ്. അവർ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും വർദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്ക് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ഈ വർണ്ണാശ്രമധർമ്മം ആൾമോസ്റ്റ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലിയുഗത്തിൽ അത് കംപ്ലീറ്റ് സ്പോയിലായി. And the Shudras or labor class are situated in the ignorant mode of material nature. അവർ തമോ ഗുണത്തിലാണ്. അപ്പോൾ അവർ ലേബർ ക്ലാസ് ആയിട്ട് മറ്റ് 3 ക്ലാസ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ശൂദ്രന്മാർ. In spite of his creating the 4 divisions of human society, Lord Krishna does not belong to any of these divisions. അപ്പോൾ അദ്ദേഹം തന്നെയാണ്, ഭഗവാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഭഗവാൻ ഇതിലൊന്നിലും പെടുന്നില്ല. അദ്ദേഹം ഇതിന് അതീതമായിട്ടുള്ള ആ തലത്തിലാണ് നിൽക്കുന്നത്. പ്രഭുപാദ പാരീസിലോ ഓസ്ട്രേലിയയിലോ ഒരു ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ പറ്റി വിവരിക്കുകയായിരുന്നു.
4 വർണ്ണങ്ങളുണ്ട്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഓക്കെ, ഏറ്റവും മുന്തിയത് ബ്രാഹ്മണൻ, അത് കഴിഞ്ഞാൽ ക്ഷത്രിയൻ, അത് കഴിഞ്ഞാൽ വൈശ്യൻ, അത് കഴിഞ്ഞാൽ ശൂദ്രൻ. ഓക്കെ, അവരുടെ എന്തെല്ലാം ഡ്യൂട്ടി ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ ഓഡിയൻസിലുണ്ടായിരുന്ന ആള് ഡിവോട്ടി എന്നല്ല, അങ്ങനെ കേൾക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഓ സ്വാമിജി, സോ യു ആർ ദ ബ്രാഹ്മണ ക്ലാസ് ആൻഡ് വി ആർ ഓൾ ശൂദ്ര ക്ലാസ്. ദിസ് ഈസ് വൺ യു വാണ്ട് ടു കൺവേ. അത് സ്വാമിജി മാത്രമാണ് ഏറ്റവും ടോപ്പ് ക്ലാസ്, ബാക്കിയെല്ലാം ശൂദ്ര ക്ലാസ് എന്നുള്ള തലത്തിലാണോ അങ്ങ് ഈ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല? കുറച്ച് ദേഷ്യത്തിലോട് കൂടിയിട്ട് പറഞ്ഞു. അപ്പോ പ്രഭുപാദ കുറച്ച് പോസ് എടുത്ത് പറഞ്ഞു, ഞാൻ ഈ 4 വർണ്ണത്തിലും പെടുന്നില്ല, ഞാൻ അതിലും താഴെയുള്ള വർണ്ണത്തിലാണ്. ബിക്കോസ് ഐ ആം യുവർ സെർവൻറ്റ്. ഞാൻ നിങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം ഇതില്. ഒന്ന്, പ്രഭുപാദർ ഹ്യൂമിലിറ്റി. ഓക്കെ, എല്ലാവരുടെയും സേവകനായിട്ടാണ് അദ്ദേഹം കാണുന്നത് അവന് സ്വന്തം. അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും യാതൊരു പ്രശ്നമില്ലാണ്ട് അവിടെ വൃന്ദാവനത്തിൽ ജപിച്ചിട്ട് ആ വൃന്ദാവനത്തിൽ ധാമില് മറ്റ് സന്ത് ജനങ്ങളുടെ, അതായത് നല്ല നല്ല സെയിൻലി പേഴ്സണാലിറ്റീസ് ഇടയിൽ സുഖമായിട്ട് സത്സംഗം എടുത്ത് ജീവിക്കാൻ വരുന്നു. അതെല്ലാം വിട്ട് ഈ പാശ്ചാത്യ ദേശത്തിലെ മ്ലേച്ഛന്മാരുടെയും യവനന്മാരുടെയും ഇടയിൽ പോയിട്ട് അവരെ സഹായിക്കാൻ ഉള്ള ആ ഒരു കമ്പേഷൻ പ്രഭുപാദിക്കുണ്ടായി. ബിക്കോസ് ഹി വാണ്ടഡ് ടു സെർവ് ദം. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളെല്ലാം സേവിക്കാൻ വേണ്ടി എല്ലാവരുടെക്കാളും താഴെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരർത്ഥം എടുക്കാൻ, പ്രഭുപാദ ഈ 3 വർണ്ണത്തിനും അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വർണ്ണത്തിൽ ഞാൻ പെടുന്നില്ല. ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ വർണ്ണത്തിൽ ഞാൻ പെടുന്നില്ല. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഈ 3 വർണ്ണത്തിലും അതീതമായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം ഭഗവാൻ സൃഷ്ടിച്ചാൽ, അതേപോലെ ഭഗവാന്റെ ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര് ഈ 3 വർണ്ണത്തിലും പെടുന്നില്ല. ഈ 4 വർണ്ണത്തിലും പെടുന്നില്ല, അതിൽ. അപ്പൊ പ്രഭുപാദിയും അങ്ങനത്തെ ഒരു ക്ലാസ്സിലാണ്. ഈസ് നോട്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈസ് എബോവ് ഓൾ ദാറ്റ്. 2 വിധത്തിലും നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. എന്തായാലും ഭഗവാന്റെ ഹ്യൂമിലിറ്റിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ബിക്കോസ് ഹിസ് സെർവിങ് ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് ഓഫ് കമ്പാഷൻ. പ്രഭുപാദർ കമ്പാഷനാണ്, മറ്റുള്ളവരുടെ കമ്പാഷനാണ് നമുക്കിവിടെ കാണേണ്ടത്. So, in spite of his creating the 4 divisions of human society, Lord Krishna does not belong to any of these divisions. ഭഗവാൻ ഇതിലെ ഒരു ഡിവിഷൻസിലും വരുന്നില്ല. ബിക്കോസ് he is not one of the conditioned souls. നമ്മളെപ്പോലെ ബദ്ധാത്മാക്കളല്ല, ബദ്ധാത്മാവല്ല ഭഗവാൻ. അതേപോലെ ശുദ്ധ ഭക്തന്മാരും നമ്മളെപ്പോലെ ബദ്ധാത്മാക്കളല്ല, അവരെല്ലാം മുക്താത്മാക്കളാണ്. നമ്മളെല്ലാം കണ്ടീഷൻ സോൾസ് ആണ്. അവരെല്ലാം, മറ്റുള്ളവരൊക്കെ ശുദ്ധ ഭക്തന്മാരൊക്കെ ലിബറേറ്റഡ് സോൾസ് ആണ്. അപ്പൊ അവർ ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ വരാത്ത ആൾക്കാരായതുകൊണ്ട് അവരെ മുക്താത്മാക്കൾ എന്ന് പറയുന്നു, ലിബറേറ്റഡ് സോൾസ് എന്ന് പറയുന്നു. So, because he is not one of the conditions, a section of whom from human society. അപ്പൊ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ 4 വർണ്ണങ്ങളുണ്ട്. 4 വർണ്ണങ്ങളും, അതാണ് ഹ്യൂമൻ സൊസൈറ്റിയുടെ. ഹ്യൂമൻ സൊസൈറ്റി is similar to any other animal society, but to elevate men from the animal status, the above mentioned divisions are created by the Lord for the systematic development of Krishna consciousness. അപ്പോൾ ഹ്യൂമൻ സൊസൈറ്റിയെയും അതുപോലെ അനിമൽ സൊസൈറ്റിയെയും അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ എന്താണ്, അതിനെ വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ വർണ്ണാശ്രമം ധർമ്മം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യരെയും മൃഗങ്ങളെയും വേറിട്ട് കാണാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ദ്വിപദ പശു, 2-legged animals, നമ്മളും മൃഗങ്ങളായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കണം. അവർ 4 കാലം നടക്കുന്നു, നമ്മൾ 2 കാലം നടക്കുന്നു. അങ്ങനെ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും 4 കാലിലേ നടക്കുന്നത് അല്ലെ. വൈകുന്നേരം ആയാൽ പിന്നെ അവര് 4 കാലമായിരിക്കും. അതുവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് 2 കാലം നടക്കാൻ നോക്കും. വൈകുന്നേരം ആയാൽ അവരുടെ കാല് 4ആയി, 2 വാരം. അപ്പോ അങ്ങനത്തെ ആൾക്കാരും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം?
ശരിക്കുള്ള വ്യത്യാസം ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ പറയുന്നുണ്ട്, ഹ്യൂമൻ സൊസൈറ്റി സിമിലർ ടു എനി അതർ അനിമൽ സൊസൈറ്റി. മറ്റുള്ള അനിമൽ സൊസൈറ്റിയിൽ തുല്യമാണ്. അവരെ അനിമൽ സ്റ്റാറ്റസിൽ നിന്നും എലിവേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഡിവിഷൻസ് വരണം. എന്തിനാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. മൃഗങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ആ ശരീരത്തിൽ നടക്കില്ല. മനുഷ്യ ശരീരത്തിൽ മാത്രമേ നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ടെൻഡൻസി ഓഫ് എ പെർട്ടിക്കുലർ മാൻ ടുവേർഡ് വർക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ വിച്ച് ഹി ഹാസ് അക്വയർഡ്. നമ്മൾ ജന്മജന്മാന്തരമായിട്ട് നമ്മളുടെ കൂടെ കൊണ്ടുവരുന്ന ആ ഒരു മോഡ് ഉണ്ടല്ലോ, മെറ്റീരിയൽ മോഡ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന വർണ്ണത്തിലാണ് പറയുന്നത്. നമ്മൾ കൊണ്ടിരുന്നതാണ്, നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്ന് ആ വാസനകൾ കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ജന്മത്തിൽ എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യോ അതിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ ഈ ജന്മത്തിൽ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ അധുര, ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ലൈഫ് സ്പാൻ കഴിഞ്ഞു. അപ്പൊ വീണ്ടും അടുത്ത ജന്മം കിട്ടിയപ്പോ അവിടെ എവിടെ നിർത്തിയോ, എന്താ ആഗ്രഹങ്ങളുണ്ടോ അത് സട്ടിൽ ലെവലിൽ നമ്മൾ കൊണ്ടിരുന്നു. അപ്പൊ അതിനൊരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ അത് ആ ഉപരിതലത്തിലേക്ക് വരുന്നു. നമ്മളുടെ ആ വാസന അതിന് ആക്ടിവിറ്റിയിലായിട്ട് പെർഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്സംഗത്തിൽ വരണം. താഴ്ന്ന ഗുണത്തിൽ നിന്നും ഉയർന്ന ഗുണത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. അതിന് നല്ല ഒരു നിഷ്ഠ, ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് ഉണ്ടാവണം. അതിനൊരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. അതിന് കുറച്ച് സുഹൃതി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്തിലാണോ രുചി, നമുക്കുള്ള രുചി, നമ്മളുടെ ആ ഒരു ടെൻഡൻസി എന്തിനാണോ താല്പര്യം, അപ്പൊ എന്തിനെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ രുചി താല്പര്യങ്ങളൊക്കെ? നമ്മൾ ഏത് ഗുണത്തിലാണോ നിൽക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലേ? അല്ലാണ്ട് ഒരു ഓവർനൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ രജഗുണം മാറ്റിയിട്ട് സത്വഗുണത്തിലേക്ക് പോവും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പറ്റില്ല. ഇത് നമ്മളുടെ ഹാബിറ്റ്സ് ആണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ സത്സംഗം ചെയ്ത് നമ്മൾ അതിന് പ്രയത്നിച്ച് നമ്മളുടെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റി നമുക്ക് ഉയരണം. അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് ചെയ്തു, ആ കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പൊ ഇനി മുതൽക്ക് ഞാൻ സത്വഗുണത്തിലാണ്, പറയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്വന്തം എഫേർട്ട് എടുത്ത് നമ്മളുടെ ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മാറ്റി അതിനെ പ്യൂരിഫൈ ചെയ്ത് ആ ഗുണത്തിൽ നിന്നും അതീതമായിട്ട് വരണം. തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ രജഗുണത്തിലാണെങ്കിൽ നമ്മൾ സത്വഗുണത്തിലേക്കും ഉയരാൻ ശ്രമിക്കണം. അതിന് തീർച്ചയായിട്ടും എന്ത് വേണം? ആരുടെ സഹായം വേണം? ഡിവോട്ടീസിന്റെ സഹായം വേണം, ഭക്തന്മാരുടെ സഹായം വേണം. നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് നടക്കില്ല. അപ്പോൾ ഡിവോട്ടീസിന്റെ സഹായത്തിൽ നമുക്ക് നടക്കും. ഒരു ഇരുമ്പ് എപ്പോഴും തീയിലാണെങ്കിൽ ആ തീയിന്റെ സ്വഭാവം ആ ഇരുമ്പ് കഷ്ണം കാണിക്കും, ഇല്ലേ? അതിനെ തീയിന്ന് പുറത്തിട്ടാൽ എന്തായിരിക്കും? അതിന്റെ തീയിന്റെ സ്വഭാവം കാണിക്കില്ല. അതേപോലെ നമ്മൾ ഡിവോട്ടി അസോസിയേറ്റ് ആകുമ്പോൾ ഡിവോട്ടീസിന്റെ സ്വഭാവം നമ്മൾ കാണിക്കും. എപ്പോഴും നമ്മളുടെ സമ്പർക്കം ഭക്തന്മാരുടെയാണ്. അതേപോലെ എപ്പോഴും ഭക്തന്മാരുടെ ആ ഒരു സമ്പർക്കത്തിലിരിക്കുമ്പോൾ നമുക്ക് അവരെന്താണോ ചെയ്യുന്നത് അവരുടെ ക്വാളിറ്റീസ് നമ്മൾ ഇംബൈബ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശ്രദ്ധ സാധുസംഗ. ആദ്യം നമുക്ക് ശ്രദ്ധ വേണം, ഒരു ഫെയ്ത്ത് വേണം, അതിനുള്ള ഒരു താല്പര്യം വേണം, ഒരു ഇൻക്ലിനേഷൻ വേണം. അതിനുശേഷം നമുക്ക് സാധുസംഗം വേണം. ആ സാധുസംഗത്തിലാണ് നമുക്ക് നമ്മളുടെ വേണ്ടാത്ത ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം മാറ്റി സാധുക്കളുടെ ആ സ്വഭാവം നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റും, പതുക്കെ പതുക്കെ. പിന്നെ അതിനുശേഷം ഭജനക്രിയ. അങ്ങനെ നമ്മൾ
ആ ഒരു ലേഡറിൽ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രേമ വരെ എത്താൻ പറ്റും. അങ്ങനെയാണ് കൃഷ്ണപ്രേമത്തിൽ വരിക. അപ്പൊ നമ്മളുടെ ഓരോ ഗുണങ്ങളും അതിൻ്റെ അനുസൃതമായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ സ്വഭാവങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആണ്. മാൻ ടുവേർഡ് വർക്ക് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ വിച്ച് ഹി ഹാസ് അക്വയർഡ്. എങ്ങനെ അക്വയർഡ് ചെയ്തു? ഫ്രം ദ പ്രീവിയസ് ലൈഫ്സ്. ഷോപ്പിൽ പോയിട്ട് വാങ്ങല്ല ചെയ്യുന്നത്. എനിക്ക് കുറച്ച് 5 റുപ്യക്ക് സത്വഗുണം തരുമോ, 10 റുപ്യക്ക് രജോ ഗുണം തരുമോ, അത് വാങ്ങിക്കാൻ പറ്റില്ല. ആൾറെഡി നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ കർമ്മം, നമ്മുടെ ആഗ്രഹങ്ങൾ, മുൻ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ. പക്ഷെ അതിനെ മാറ്റാൻ പറ്റുമോ? അതിനെ പ്യൂരിഫൈ ചെയ്യാൻ തീർച്ചയായും പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് അതിനുള്ള ഒരു ആഗ്രഹം വേണം, എഫേർട്ട് എടുക്കണം. ഒരു കുട്ടിക്ക് 100% 100% മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ പഠിക്കാണ്ടിരുന്ന മാർക്ക് കിട്ടുമോ? അതിന് എഫേർട്ട് എടുക്കണ്ടേ? ടോപ്പർ ആവണം യൂണിവേഴ്സിറ്റിയിൽ, നന്നായിട്ട് പകലും ബുദ്ധിമുട്ടി അല്ലേ ഓസ്റ്ററിറ്റീസ് എടുത്ത് പഠിക്കണം, അപ്പൊ കിട്ടും. അല്ലാണ്ട് വെറുതെ മിണ്ടാണ്ടിരുന്ന ടോപ്പർ ആവോ? ഇല്ല. അതേപോലെ നമുക്കും നന്നാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, അപ്പൊ നമുക്ക് നടക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സത്വഗുണത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അപ്പോൾ എന്തെങ്കിലും അസത്സംഗം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പതുക്കെ തല ഊരണം, മനസ്സിലാക്കണം തെറ്റാണ്, ഇത് എന്നെ തെറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് നമ്മൾ മാറിയിട്ട് സത്സംഗത്തിൽ പോകണം. ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്ന ആൾക്കാരായിട്ട് സംസർഗം വേണം. ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യണം. ഓക്കെ, ഭഗവാന്റെ ഒരുപാട് കീർത്തനങ്ങളുണ്ട്, സ്തുതികളുണ്ട്, ഇത് പഠിക്കണം. അങ്ങനെ സത്സംഗത്തിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബാക്കിയുള്ള അതുവരെ ചെയ്തിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴെ പോകും. അങ്ങനെ നമ്മൾ ഇംപ്രൂവ് ആയിടും. So the tendency of a particular man toward work is determined by the modes of material nature which he has acquired. Such symptoms of life, according to the different modes of material nature, are described in the 18th chapter of this book. Okay. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ 18ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ, എന്തെല്ലാം ലക്ഷണങ്ങളാണ്. നമുക്കൊരു സത്വഗുണത്തിൽ ഉള്ളൊരു വ്യക്തി, അവരുടെ ആഹാര രീതി, അവരെന്ത് കഴിക്കും, എന്താണ് കഴിക്കുക? ശ്രീദേവി മാതാജി, സത്വഗുണത്തിൽ ഉള്ള ഒരു വ്യക്തി എന്തെല്ലാം ആഹാരം ഭക്ഷിക്കും? സസ്യാഹാരം. ഓക്കെ. പിന്നെ ഭഗവാൻ അത് നേദിച്ചു കൊടുക്കും. ഓക്കെ, അത് വളരെ സാത്വികമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അധികം എരിവുണ്ടായിരിക്കില്ല, അധികം പുളി ഉണ്ടായിരിക്കില്ല, അധികം സോറായിരിക്കില്ല, അധികം മധുരം, എല്ലാം ഒരു ബാലൻസ്ഡ് ഇതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഫ്രൂട്ട്സ്, ജ്യൂസ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അതേപോലെ നോൺ വെജിറ്റേറിയൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. മറ്റുള്ള ജീവജാലങ്ങളെ അനാവശ്യമായിട്ട് കൊന്നിട്ടോ അതിനെ നശിപ്പിച്ചിട്ടോ നമ്മൾ ഭക്ഷിക്കില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ജീവനുണ്ട്. നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ജീവജാലങ്ങളെ നമ്മൾ നശിപ്പിക്കില്ല. അത് സത്വഗുണത്തിലുള്ള ജീവിത രീതിയാണ്, അവരുടെ ആഹാര രീതിയാണ്. തമോ ഗുണത്തിൽ, രജോ ഗുണത്തിലും അതേപോലെ തമോ ഗുണത്തിലും ഓരോരുത്തരെയും ആഹാര രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, സംസാര രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ശീലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ സംസാരിക്കുന്നതും മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതും ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തി ഏത് ഗുണത്തിലാണെന്ന്. ഒരു 2 ദിവസം 3 ദിവസം ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ആ വ്യക്തി ഏത് ടൈപ്പുള്ള ആളാണ്. സാത്വികനാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണോ? അല്ലേ? ചില ആൾക്കാർ കണ്ടാൽ മതി, അവരുടെ കൂടെ ജീവിക്കുക, അതിനുള്ള കഴിവുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, കണ്ടാൽ തന്നെ കള്ള ലക്ഷണം എന്നൊക്കെ. അപ്പൊ ചില ആൾക്കാർ അതിനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും കഴിവുകിട്ടിയില്ല. നമുക്ക് ആലോചിച്ചിട്ടുണ്ട്, ചിലപ്പോ ചില ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അടുപ്പം തോന്നും. ആദ്യമായിട്ട് കാണുമായിരിക്കും,
അല്ലെ? ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കും, അവരോട് ഒരു അടുപ്പുണ്ടാവും, സംസാരിക്കും. ചില ആൾക്കാരെ ആദ്യമായിട്ട് കണ്ടാലും ശരി എന്തോ എനിക്ക് സംസാരിക്കാനോ അവരായിട്ട് ഇടപഴകാനോ തോന്നില്ല. കാരണം നമ്മള് ഏതോ ഒരു ജന്മത്തില് എന്തോ ഒരു ബന്ധം അവരായിട്ട് ഉണ്ടായിട്ടുണ്ട്, നല്ലത് ചീത്ത. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അട്രാക്ഷനും ഡിസ്ട്രാക്ഷനും ഒക്കെ, ഇഷ്ടവും അനിഷ്ടങ്ങളൊക്കെ നടക്കുന്നത്. ആൾറെഡി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് ഒരാളെ കാണുമ്പോൾ ഇഷ്ടം. കാരണം ഏതൊരു സമയത്ത് ഏതൊരു ജന്മത്തിൽ നമ്മൾ അവരായിട്ട് വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഒരു താല്പര്യം അവരുടെ. ചില ആൾക്കാരോട് തോന്നില്ല, എന്തോ അറിയുന്നില്ല, ആദ്യമായിട്ട് കാണാം, പക്ഷെ അവരായിട്ട് സംസാരിക്കണോ അവരായിട്ട് ഇടപഴകാനോ നമുക്ക് തോന്നില്ല. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയായിരുന്നു ഏതൊരു ജന്മത്തിൽ നമ്മൾ അവരായിട്ട്. അപ്പൊ ഇതൊന്നും ഒരു കോയിൻസിഡൻസോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല. ഇതിന്റെ പിന്നാലെ സയൻസ് ഉണ്ട്. നമ്മളുടെ ബന്ധം ഒക്കെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട്, ഓക്കെ, അച്ഛനമ്മ മക്കളായിട്ട്, സിബ്ലിങ്സ് ആയിട്ട്, ഇതൊക്കെ എന്താ ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്നത്? അല്ല. ഇതെല്ലാം ഒരു പൂർവ്വജന്മങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ഒരു ബന്ധങ്ങളാണ്. അവരവരുടെ കർമ്മത്തിന്റെ ഒരു മാച്ച് അനുസരിച്ച് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന അമ്മയും അച്ഛനും ഭാര്യയോ അല്ല ഭർത്താവോ അല്ല മക്കളോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയൊക്കെ. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വെറുതെ ഇങ്ങോട്ട് കിട്ടുന്നല്ലോ. ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് അമ്മയ്ക്ക്, ഏതെങ്കിലും ഒരാളെ പിടിച്ച് അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയൊക്കെ അല്ല. ഈ റിലേഷൻഷിപ്പിൽ വരുന്നത് എല്ലാവരുടെയും ആ കർമ്മം എവിടെ മാച്ച് ചെയ്യുന്നു അവരെ ആക്കുള്ളൂ. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇന്ന ആളുടെ മകനായിട്ട് ജനിക്കണം, ഇന്ന വീട്ടിൽ ജനിക്കണം? പറ്റില്ല. ഓരോരുത്തരുടെ കർമ്മം എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് ജനനം കിട്ടുള്ളൂ. ഏത് രാജ്യത്താണ്, ആരുടെ മകനാണ്, ആരുടെ മകളാണ്, ആരുടെ അച്ഛനാണ്, ആരുടെ അമ്മയാണ്, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പൊ ഇതെല്ലാം 18th ചാപ്റ്ററിൽ ഈ ഗുണങ്ങളെ പറ്റിയിട്ട് കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ഏത് വ്യക്തി ഏത് ഗുണത്തിലാണ്, എന്താണ് അതിന്റെ സിംറ്റംസ്. ആ സിംറ്റംസ്, സാത്വികനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കുന്നു, എന്ത് കഴിക്കുന്നു, ഓക്കെ, ആരായിട്ടായിരിക്കും അവരുടെ ഇടപഴകല്, സംസർഗം എന്തായിരിക്കും, അവരുടെ ആക്ടിവിറ്റീസ് എന്തായിരിക്കും, അതേപോലെ സത്വഗുണം, രജോഗുണം, തമോഗുണം, ഓക്കെ. ഓരോ ആക്ടിവിറ്റിയും നമുക്ക് ഈ 3 വിഭാഗം ചെയ്യാം. ആക്ടിവിറ്റി, അതായത് ഫോർ എക്സാമ്പിൾ ഫുഡ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നസ്, പാഷൻ ആൻഡ് ഇഗ്നോറൻസ്. ഫുഡ്, ഓക്കെ. ഏതൊരു ആക്ടിവിറ്റി എടുത്തോളൂ. സോങ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, പാട്ട്. അതുകൊണ്ട് സത്വഗുണത്തിനുണ്ട്, രജഗുണത്തിനുണ്ട്, തമോ ഗുണത്തിനുണ്ട്. സത്വഗുണത്തിൽ വളരെ പ്ലീസിങ് ആയിരിക്കും, കർണാടിക് ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് വളരെ സൂതിങ് ആയിരിക്കും, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം പറഞ്ഞാൽ ആ ഗുണത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ഇതെന്താ ബോറിങ്, അയ്യോ ഇങ്ങനത്തെ ഒരു ഇത്. അവർക്ക് എന്താ അടിച്ചു പൊളിച്ചുള്ള പാട്ട്. അവരേത് ഗുണത്തിലായിരിക്കും? രജഗുണത്തിലായിരിക്കും. ചില ആൾക്കാർ വൾഗർ, അതിന്റെ മീനിങ്ങും വൾഗർ ആയിരിക്കും, അതിന്റെ എന്താ പറയുക ആക്സെന്റ് പ്രൊണൗൺസിയേഷനും ഒക്കെ വൾഗർ ആയിരിക്കും. അവർ തമോ ഗുണത്തില്. ഭക്ഷണം, പാട്ട്, വായിക്കുന്ന ബുക്സ്, അല്ലേ, വിഷ്വൽ മീഡിയ, ഇതിനെല്ലാം നമുക്ക് ഏതൊരു ആക്ടിവിറ്റി എടുത്താലും ശരി നമുക്ക് ഈ 3 ഗുണത്തില് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ആക്ടിവിറ്റി അനുസരിച്ചൊക്കെ അതിന്റെ സിംറ്റംസ് കണ്ടുപിടിക്കുക. അത് 18th ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. സോ എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് however is above even the brahmanas. അപ്പൊ കൃഷ്ണാവബോധത്തില്, ശരിക്ക് പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തി ബ്രാഹ്മണന്മാരെക്കാട്ടിലും മുകളിലാണ്. അതിന്റെ അർത്ഥം 3 ഗുണത്തിനും അതീതമായി നിൽക്കുന്നു വൈഷ്ണവന്മാരാണ് അവര്. ഈ 3 ഗുണത്തിലും പെടുന്നില്ല ശുദ്ധഭക്തന്മാര്, ഈ 3 ഗുണത്തിലും പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രഭുപാദ പറഞ്ഞ്, പ്രഭുപാദ ഐ എം നോട്ട് ഇൻ എനി ഓഫ് ദീസ് വർണ്ണാസ്, ഐ എം അബവ്. ദാറ്റ് ഈസ് ആക്ച്വലി, അതാണ് അതിന്റെ അർത്ഥം. പക്ഷേ ടു ടീച്ച് ഹിം
to make him understand that I am your servant, I am lower than all these varnas. Now he put it that way. But നമ്മൾ മനസ്സിലാക്കേണ്ടത് Prabhupada is not coming in this such saintly personalities. So although Brahmanas by quality are supposed to know about Brahman, Brahma Janadi iti Brahmana. Okay. Brahma Janadi, Brahmane അറിയുന്ന ആൾക്കാര് ബ്രാഹ്മണ. ജന്മന ജായതേ ശൂദ്ര. ജനിക്കുമ്പോൾ നമ്മളെല്ലാം ശൂദ്രന്മാരാണ്. ജന്മന ജായതേ ശൂദ്ര. സംസ്കാരാത് ഭവേത് ദ്വിജ. സംസ്കാരം കൊണ്ട് നമ്മൾ ദ്വിജനാവും. ദ്വിജൻ പറഞ്ഞാൽ ട്വൈസ് ബോൺ. ഉപനയന സംസ്കാരം. അതായത് നമ്മൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററെ സ്വീകരിക്കുന്നു. നമുക്ക് ബയോളജിക്കൽ ബർത്തും ഉണ്ട്, സ്പിരിച്വൽ ബർത്തും ഉണ്ട്. ബയോളജിക്കൽ ബർത്ത് നമുക്ക് ഒരു അമ്മയും അച്ഛൻ്റെയും മകനായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ ജനിക്കുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ ബർത്ത് നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ സ്പിരിച്വൽ ബർത്ത്, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ബർത്ത്, ഉപനയനം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിന് ദ്വിജ എന്ന് പറയുന്നത്. സോ സംസ്കാരാത് ഭവേ ദ്വിജ. വേദപഠനാത് ഭവേ വിപ്ര. വേദപഠനം കൊണ്ട് നമ്മൾ വിപ്രനാവും. വിപ്ര എന്ന് പറഞ്ഞാൽ ലേണഡ്, സ്കോളർ. ഈസ് എ സ്കോളർ പറയില്ലേ, ഈസ് എ സ്കോളർ, ഈസ് എ ഫിലോസഫർ, ഈസ് എ ലേണഡ് പേഴ്സൺ. അപ്പോൾ വേദപഠനം കൊണ്ടാണ് അത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബ്രഹ്മജാനാതി ഇത് ബ്രാഹ്മണ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, ഭഗവാനെ അറിയുന്നവൻ, അതാണ് ബ്രാഹ്മണൻ. അപ്പോൾ although Brahmanas by quality are supposed to know about Brahman, അവർ ബ്രഹ്മൻ അറിയണം. അല്ലാത്ത ആൾക്കാർ ബ്രാഹ്മണല്ല. ജനനം കൊണ്ട് ഒരു ബ്രാഹ്മണനായിരിക്കാം. ജനനം കൊണ്ട് ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിച്ചു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനിച്ചാലും ഇവിടെ നമ്മൾ പറയുന്നത് ജന്മന ജായത ശൂദ്ര. അവർ ശൂദ്രനാണ് ജന്മം കൊണ്ട്. പക്ഷെ അവന് ദ്വിജനാവണം, വിപ്രനാവണം, പിന്നെ ബ്രാഹ്മണൻ, ക്വാളിറ്റി, യോഗ്യത വരണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് അവൻ നല്ലൊരു ബ്രാഹ്മണനാ. കാരണം എന്താ? ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, അതിന് വായിൽ അഗ്നിഹോത്രിയാണ്. എവിടെ ബ്രാഹ്മണനാവുന്നത്? അല്ലേ? വൈകുന്നേരമായാൽ 4 കാലം നടക്കുന്നത്. പിന്നെ എവിടെ ബ്രാഹ്മണനാവുന്നത്? അപ്പൊ ജനനം കൊണ്ട് മാത്രമല്ല, യോഗ്യത കൊണ്ട്, ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ബ്രാഹ്മണനും ക്ഷത്രിയനൊക്കെ ആവുന്നത്. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ചാതുർവർണ്ണ്യം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ജന്മം കൊണ്ടാണെങ്കിൽ അതേ അങ്ങനെ പറഞ്ഞിരുന്നു. ജന്മ വിഭാഗശ. ജന്മല്ല, ഗുണകർമ്മ. ഗുണം കൊണ്ടും കർമ്മം കൊണ്ടാണ്. അല്ലാണ്ട് ജന്മം എല്ലാവരും ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച എല്ലാവരും സാത്വികന്മാരും അല്ല. ഇന്നത്തെ കാലം എസ്പെഷ്യലി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാലും അവരും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു. ബ്രാഹ്മണന്മാർ ചെയ്യാൻ പാടില്ലാത്ത. അതെ, അതുകൊണ്ട് ജനനം ഒരു ക്രൈറ്റീരിയ അല്ല. ഒരു കാര്യം നല്ലതാണ്, അങ്ങനെ ഒരു ജനനം കിട്ടുമ്പോൾ ഒരു നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ അവർക്ക് അതിനുള്ള നല്ലൊരു അവസരമാണ് ആ ബ്രാഹ്മണത്വത്തിന്റെ ക്വാളിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനത്തെ നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത് ഭാഗ്യം. കാരണം അവർ കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിലെ അച്ഛൻ ഡോക്ടർ, അമ്മ ഡോക്ടർ, എല്ലാവരും ഡോക്ടർ, അമ്മാവൻ ഡോക്ടർ, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് എത്ര ഈസി ആയിരിക്കും മെഡിസിൻ പഠിക്കാൻ, അല്ലേ? എല്ലാ ഇൻഫർമേഷനും അവിടെ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. എന്ത് ചെയ്യണം, എവിടെ പോകണം, ഏതാ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഏത് ഇത് എടുക്കണം, ഡിസിപ്ലിൻ എടുക്കണം, എല്ലാ ഇൻഫർമേഷനും അവരുടെ ഇൻപുട്ടും അവരുടെ എൻകറേജ്മെന്റും അവരുടെ ഇൻസ്പിറേഷനും അവരുടെ ഹെൽപ്പും എല്ലാം കിട്ടുമ്പോൾ വളരെ ഈസിയാണ്. ഇതല്ലാത്തൊരു കുടുംബത്തിൽ അവരെല്ലാം പല ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ നോളജിനും ഇൻഫർമേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ഒരു നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ബ്രാഹ്മണനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും നമ്മൾ ആ ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ കാര്യമില്ല. So, but a man who transcends the limited knowledge of Brahmana and reaches the knowledge of Supreme Personality of God, Lord Sri Krishna,
becomes a person in Krishna consciousness. ഇവിടെ ഈ സെന്റൻസ് വിട്ടു. Although Brahmanas by quality are supposed to know about Brahman, the supreme absolute truth, most of them approach only the symbols of Brahman, manifestation of Lord Krishna. അപ്പോൾ ബ്രാഹ്മണന്മാരെ ഭഗവാനെ അറിയണം എങ്കിലും കൂടിയിട്ട് മിക്ക ബ്രാഹ്മണന്മാരും അവരെ ഭഗവാൻ അറിയുന്നില്ല, ഭഗവാന്റെ ആ തേജസ്സിനെ, അതായത് ബ്രഹ്മൻ മാനിഫെസ്റ്റേഷനെ അറിയുന്നുള്ളൂ, ഭഗവാൻ അറിയുന്നില്ല. ബട്ട് എ മാൻ ഹു ട്രാൻസെൻഡ് ദ ലിമിറ്റഡ് നോളേജ് ഓഫ് എ ബ്രാഹ്മണ, ആ ബ്രാഹ്മണനെക്കാട്ടിലും ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആൾക്കാര് റീച്ചസ് ദ നോളേജ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ലോർഡ് ശ്രീകൃഷ്ണ. അപ്പൊ ഭഗവാനെ പറ്റി അറിയാൻ പറ്റും. അതാണ് ഭക്തന്മാര്, അവരാണ് ഡിവോട്ടീസ്, പേഴ്സൺ കൃഷ്ണ കോൺഷ്യസ്, ഓർ ഇൻ അതർ വേർഡ്സ് എ വൈഷ്ണവ. അപ്പോ വൈഷ്ണവാസ് ആർ എബവ് ഈവൻ ബ്രാഹ്മണ, ഭഗവാനെ അറിയുന്ന വ്യക്തിയാണ്. Krishna consciousness includes knowledge of all different plenary expansions of Krishna, namely Rama, Narasimha, Varaha, etc. അപ്പോൾ കൃഷ്ണാവബോധത്തില് എല്ലാ നോളജും ഉണ്ട്. ഭഗവാനെ പറ്റിയിട്ടും ഭഗവാന്റെ പ്ലെനറി എക്സ്പാൻഷൻസ് പറ്റിയിട്ടും ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയിട്ടും എന്തെല്ലാം നോളജ് ആവശ്യമുണ്ട് അതെല്ലാം കൃഷ്ണ കോൺഷ്യസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് ആരാണ് കൃഷ്ണൻ, ആരാണ് രാമൻ, നരസിംഹൻ, വരാഹ, ഇവരെല്ലാം പറ്റി നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പൊസിഷൻ എന്താണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ആൻഡ് ആസ് കൃഷ്ണ ഈസ് ട്രാൻസെൻഡഡ് ടു ദി സിസ്റ്റം ഓഫ് 4 divisions of human society, person in Krishna consciousness is also transcended to all divisions of human society, whether we consider the divisions of community, nation or species. അപ്പൊ എങ്ങനെ ഭഗവാൻ ഈ 4 വർണ്ണത്തിനും അതീതമായി നിൽക്കുന്നു, അതേപോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ഈ 4 വർണ്ണത്തിൽ നിന്നും അതീതമായിരിക്കുന്നു. അല്ലേ? A person in Krishna consciousness is also transcended to all divisions of human society, whether we consider the divisions of community, nation or species. നമ്മൾ കൺസിഡർ ചെയ്താലും ശരി, ഏതാ ഈ 4 ഡിവിഷൻസ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നേഷൻ അല്ലെങ്കിൽ സ്പീഷീസ്, they are above the varnas. അവരെ ഈ വർണ്ണം എങ്ങനെ ഭഗവാനെ ഈ വർണ്ണം ബാധിക്കുന്നില്ല, അതേപോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ, കൃഷ്ണ കോൺഷ്യസ്നെസ്സിലുള്ള ആൾക്കാരെ ഈ വർണ്ണങ്ങൾ ബാധിക്കുന്നില്ല. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഏത് വർണ്ണത്തിലെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ശുദ്ധ ഭക്തന്മാർക്ക്, കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏത് വർണ്ണത്തില്, അവർക്ക് അഡ്വൈസറി ക്ലാസ് ആവാം, അവർക്ക് ക്ഷത്രിയ ക്ലാസ് ആവാം, അവർക്ക് വൈശ്യ ക്ലാസ് ആവാം, അവർക്ക് ശൂദ്ര ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വർണ്ണാശ്രമ ശരിക്കും ഇല്ലാത്തത് കൊണ്ട് അതിനെ ആണ് ദേവി വർണ്ണാശ്രമം എന്ന് പറയുന്നു. നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റുമെങ്കിൽ, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഏതും നമുക്ക് ചെയ്യാൻ പറ്റും. യോഗ്യത വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് യോഗ്യത അല്ല നോക്കുന്നത്, ഇന്നത്തെ കാലത്ത് തിയറിറ്റിക്കൽ നോളജാണ് നോക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഓക്കെ ജാതി വ്യവസ്ഥയൊന്നുമില്ല, ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ, അതില്ല, അത് ശരിയാ, ഓക്കെ, വി അഗ്രി, നോ പ്രോബ്ലം. നമ്മളുടെ ഇതില് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മുറയ്ക്ക് യാതൊരു തെറ്റുമില്ലാണ്ട് വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇന്നത്തെ കാലം എന്താണ്, മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ അറിഞ്ഞാൽ മതി, അതിന്റെ റിച്വൽസ് മനസ്സിലാക്കി, വിശ്വാസം വേണ്ട, സമർപ്പണ മനോഭാവം വേണ്ട. അങ്ങനത്തെ ആൾക്കാരെ ചെയ്തിട്ട് എന്താ കാര്യം? പൂജ ഭഗവാനെ വിശ്വസിക്കുന്നില്ല, ഒരു റിച്വലായിട്ട് കുറച്ച് മന്ത്രങ്ങൾ കാണാൻ പാഠം പഠിച്ചു, അതിന്റെ വിധികൾ പഠിച്ചു ചെയ്യുന്നു. പക്ഷെ മനസ്സിൽ യാതൊരു വിശ്വാസമില്ല ഭഗവാനെ പറ്റിയിട്ട്, ഒരു സമർപ്പണ മനോഭാവം ഇല്ല. പിന്നെ അങ്ങനെ ഭഗവാനെ സേവിച്ചിട്ട് എന്താ കാര്യം? അതൊരു യാതൊരു കാര്യമില്ല. അപ്പൊ പൈസ കൊടുത്താൽ നമുക്ക് അച്ഛനെയും അമ്മയും മാർക്കറ്റിൽ നിന്ന് കിട്ടും ഇന്നത്തെ കാലത്ത്, ഇല്ലേ? വാടകയ്ക്ക് ഒക്കെ 2 ദിവസം വാടകയ്ക്ക് അച്ഛനെയും അമ്മയുമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ തയ്യാറായിരിക്കും പൈസ കൊടുത്താൽ. അതേപോലെ പൈസ കൊടുത്താൽ കുറച്ച് മന്ത്രങ്ങൾ പഠിച്ച് ചൊല്ലിയിട്ട്
പൂജയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആൾക്കാർ, പക്ഷേ ഭഗവാനോടുള്ള ആ ഇഷ്ടം, ആ സ്നേഹം, ആ പ്രേമമില്ലെങ്കിൽ, അവിടെ സമർപ്പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് കാര്യം? ഭഗവാൻ നോക്കും കൂടിയില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് യോഗ്യത വേണമെന്ന് പറഞ്ഞു. അതാണ് യോഗ്യത. അല്ലാണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ദേവി വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. So, and as Krishna is transcendental to this system of 4 divisions of human society, person in Krishna consciousness is also transcendental to all divisions of human society, whether we consider the divisions of community, nation, or species. Hare Krishna. Vanchakalpatarubhesha kripa sindhubhyevacha patitanam pavanebhyo vaishnavebhyo. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद हरि हरि. സോ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ള ഒരു ശ്ലോകം കൂടിയാണ്. ആൾക്കാരിതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ജാതി വ്യവസ്ഥയായിട്ട്. നമ്മളിത് മനസ്സിലാക്കണം. ഭഗവാന്റെ സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞാൽ ഫ്ലോലെസ് ആണ്. അതിൽ യാതൊരു സ്പോട്ടും കാണില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിൽ അപാകതകൾ ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം. കാരണം നമ്മുടെ ബുദ്ധി. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ ആ തെറ്റുണ്ട്, ഈ തെറ്റുണ്ട്, ഈ പോരായ്മ ഉണ്ടെന്ന് പറയാൻ പാടില്ല. അത് നമ്മളുടെ അറിവില്ലായ്മയാണ്. നമ്മളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതിന് വേണ്ടുന്ന ആ പക്വത, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പലതും പറയും, ആൾക്കാർ പറയും. അതൊന്നും നമ്മൾ ആചാര്യന്മാരെന്ന് എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം അത് മനസ്സിലാക്കുക, അത് നമ്മൾ ഉൾക്കൊള്ളുക. സാധാരണ ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല, കേട്ടിട്ട് കാര്യമില്ല. വെറുതെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ റൈറ്റ് സോഴ്സിൽ നിന്ന്, ഓത്തൻറ്റിക് സോഴ്സിൽ നിന്ന് ഓത്തൻറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ കേൾക്കണം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച कृपा सिंधुभ्येव पतितानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि.